അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജയ് ആയങ്കി ആൾജാമ്യത്തിൽ വിട്ടയച്ചു. നേരത്തെ അർജുൻ ആയങ്കിക്ക് വേണ്ടിയുള്ള ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതിന്റെ പേരിൽ കോഴിക്കോട് നടക്കാവ് പോലീസാണ് അജയെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. അജയെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന മറ്റൊരു ക്രിമിനൽ കേസ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്തായാലും അജയെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉപാധികളോടെയാണോ ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത്? അടുത്ത നടപടികൾ എന്തൊക്കെയായിരിക്കും? വിശദാംശങ്ങൾ എങ്ങനെയാണ്? നടക്കാവിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അർജുൻ ആയങ്കിയുടെ സഹോദരനായിട്ടുള്ള അജയ് ആയങ്കി. ഈ അജയ് ആയങ്കിയെ നേരത്തെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് അതായത് അർജുൻ ആയങ്കിയുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി ക്രൗഡ് ഫണ്ടിങ് നടത്തുകയും അതുവഴി ഫണ്ട് ശേഖരിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിനാണ്. അതായത് അർജുൻ ആയങ്കി അറസ്റ്റിലാവുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ ഇളയ സഹോദരനായിട്ടുള്ള അജയെ അറസ്റ്റ് ചെയ്യുന്നത്, പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്നത്, പിന്നീട് വിശദമായി ചോദ്യം ചെയ്തു. അതിൽ 16,000 രൂപയോളം ഇത്തരത്തിൽ ക്രൗഡ് ഫണ്ടിങ് വഴി സ്വരൂപിച്ചതായി അജയ് പോലീസിനോട് സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പിന്നീട് ഈ മൂത്ത സഹോദരനായിട്ടുള്ള അർജുൻ ആയങ്കിയുടെയും അജയുടെയും മൂത്ത സഹോദരനായിട്ടുള്ള അഖിൽ ആയങ്കിയുടെ ഒപ്പം തന്നെ മറ്റൊരാളുടെയും ആൾജാമ്യത്തിലാണ്, അങ്ങനെ രണ്ടുപേരുടെ ആൾജാമ്യത്തിലാണ് അജയ് വിട്ടയച്ചത്. അതേസമയം തന്നെ ഈ അജയ് കസ്റ്റഡിയിലായ ഉടൻ തന്നെ വിവരമറിഞ്ഞ് ഇവിടെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മലാപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു യുവാവ് എത്തിയിരുന്നു. ആ യുവാവിനെ പോലീസ് അത് ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജയ് ആയങ്കിക്ക് ഇപ്പോൾ ആൾജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതിന്റെ പേരിലായിരുന്നു കോഴിക്കോട് നടക്കാവ് പോലീസ് അജയ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR.